മർക്കസിൻ്റെ 33ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ദേശസുരക്ഷാ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. മർക്കസുമായി വ്യക്തിപരമായി ഏറെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരാളാണെങ്കിലും സംഘടനാപരമായി ഒരകൽച്ചയുള്ളതിൽ ഏറെ പ്രയാസം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ആ അകൽച്ചയും ഈ സമ്മേളനത്തോടു കൂടി കുറഞ്ഞു വരുന്നു എന്ന് കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് വരും നാളുകളിൽ എതിർപ്പ് കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് പോലും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെയും മർക്കസിന്റെയും നേട്ടങ്ങളെ അംഗീകരിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യം ഒരു ബഹുസ്വര സമൂഹമാണ്. വിവിധ മതങ്ങൾക്ക് ജന്മം നൽകിയ ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത്. ദേശസുരക്ഷയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ രാജ്യത്ത് സൈന്യം വിചാരിച്ചാൽ മാത്രം, രാജ്യത്തെ ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ മാത്രം നമ്മുടെ ദേശസുരക്ഷ ദീർഘകാലം നിലനിർത്താൻ സാധ്യമല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളും, മതമുള്ളവരും മതമില്ലാത്തവരുമായ മുഴുവൻ ജനവിഭാഗവും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രമേ ദേശസുരക്ഷ യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്നുള്ളത് ഒരു സത്യമാണ്. ഈ രാജ്യത്ത് ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും പാഴ്സിയും അടക്കമുള്ള മുഴുവൻ ജനവിഭാഗവും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. എന്തിനേറെ പറയുന്നു, ഗോവയിലെ ആംഗ്ലോ ഇന്ത്യൻസ് പോലും പൈൻമരങ്ങളുടെ ഇല പൊടിയുന്ന ഇംഗ്ലണ്ടിന്റെ തെരുവീതികളിൽ ജീവിക്കാൻ അവസരം ലഭിച്ചിട്ടും ഞങ്ങൾ ഈ രാജ്യത്തിന്റെ കൂടെയാണ് എന്ന് പ്രഖ്യാപിച്ച ഗോവയിലെ ആംഗ്ലോ ഇന്ത്യൻസ് അവരെ ഈ രാജ്യക്കാരായി കാണാൻ നമുക്ക് സാധിക്കണം. രാജ്യത്തെ കുഷ്ഠരോഗികൾ, ആളുകൾ തൊടാൻ പോലും മറച്ചു നിൽക്കുമ്പോൾ അവർക്കിടയിലേക്ക് ഒരു മാലാഖയെ പോലെ കടന്നു വന്ന് അവർക്ക് ആശ്വാസം നൽകിയ മദർ തെരേസ, ആ മദർ തെരേസയുടെ ക്രൈസ്തവ സമുദായം ഈ രാജ്യത്തിന്റെ ഭാഗമാണ് എന്ന് രാജ്യത്തെ മുഴുവൻ ആളുകളും കരുതേണ്ടിയിരിക്കുന്നു. ബാബരി മസ്ജിദ് തകർക്കാൻ വേണ്ടി ഈ രാജ്യത്തെ വർഗീയവാദികൾ കടന്നു വന്നപ്പോൾ ഇത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ആരാധനാലയമാണ്, ഇത് തകർക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈ രാജ്യത്ത് ആദ്യമായി രക്തസാക്ഷിയായ മോഹൻലാൽ ദാസിന്റെ ഹൈന്ദവ സമുദായം ഈ രാജ്യത്തിന്റെ ഭാഗമാണ് എന്ന് എല്ലാവരും വിശ്വസിക്കണം. കേട്ടിട്ടില്ലേ റുക്സാന കൗസർ ഹുസൈനെ? ജമ്മുകാശ്മീരിലെ രജൌരി പട്ടണത്തിനടുത്ത് ഒരു കുഗ്രാമത്തിൽ ഒരു വീട്ടിൽ ജനിച്ച റുക്സാന കൗസർ ഹുസൈൻ ഒരേ സമയം ഭീകരവാദികളെന്ന മുദ്രകുത്തി ഇന്ത്യയിലെ പട്ടാളക്കാരും ഇന്ത്യൻ ചാരന്മാരെന്ന മുദ്രകുത്തി പാകിസ്ഥാനിലെ ഭീകരവാദികളും ഒരേപോലെ വേട്ടയാടപ്പെടുന്ന ഒരു സമുദായത്തിന്റെ പ്രതിനിധി. ആ റുക്സാന കൗസർ ഹുസൈന്റെ വീട്ടിലേക്ക് ഒരു ദിവസം പാകിസ്ഥാനിലെ ഭീകരവാദികൾ കടന്നു വന്നപ്പോൾ കയ്യിൽ കിട്ടിയ ആയുധമെടുത്ത് അവർക്ക് നേരെ നേരിടാനൊരുങ്ങിയ റുക്സാന കൗസർ ഹുസൈൻ, ആ റുക്സാന കൗസർ ഹുസൈന്റെ സമുദായവും ഈ രാജ്യത്തിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിച്ചാൽ ഈ രാജ്യത്ത് ദേശസുരക്ഷ പ്രാവർത്തികമാകും. അതുകൊണ്ടാണ് കണ്ണൂർ ജില്ലയിലെ മൈതാനംപള്ളിയിലെ ഫയാസിന്റെ ഉമ്മ സഫിയക്ക് ഈ രാജ്യത്ത് വിധ്വംസക പ്രവർത്തനം നടത്തി എന്നതിന്റെ പേരിൽ സ്വന്തം മകന്റെ മയ്യത്ത് പോലും കാണണ്ട എന്ന് പറയാൻ പ്രേരിപ്പിച്ചത്. ആ പ്രേരണയും ആ ചിന്തയും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ ഇത്തരം ദേശസുരക്ഷാ സമ്മേളനങ്ങൾ പ്രാവർത്തികമാകട്ടെ, പ്രേരകമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മർക്കസിന്റെ വിവിധ